ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം. അതിനുള്ള ചേന എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങുണ്ട്, ഒരു സവോളയുണ്ട്, 2 പച്ചമുളക്, ഒരു ഏത്തക്കായ, കറിവേപ്പില, കടല വേവിച്ചത്. നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് കഴുകി പെറുക്കിയെടുക്കാം. നമുക്കിതൊന്ന് ചെറിയ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് കുക്കറിൽ ഒരു ബിസിലടിച്ചൊന്നെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്കിന്ന് അടച്ചു വെക്കാം. ഒറ്റ വിസിൽ മതി. നമ്മുടെ കഷ്ണമൊക്കെ വേകുമ്പോഴത്തേന് നമുക്ക് ഇതിന് വേണ്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. വെന്ത് പോയിട്ടുമില്ല, നല്ല കണക്കിനിരിപ്പുണ്ട്. ഇനി നമുക്ക് ഉരുളി അടുപ്പിലോട്ട് വെച്ച് ഇതിന് എണ്ണ മൂപ്പിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇടാം. ഇതിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 സ്പൂണ് മീറ്റ് മസാല പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മുളകൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മുളക് പൊടി ചേർക്കാതെയും കൂട്ടുകറി വെക്കാം. തേങ്ങ ഇതുപോലെ തന്നെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് കടലയൊക്കെ ചേർത്ത് അല്ല പയർ വേണേലും ചേർക്കാം. എന്നിട്ട് പച്ച തേങ്ങയും പെരിഞ്ചീരകവും ഒക്കെ കൂടെ അരച്ച് കൂട്ടുകറി ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്. ഉണ്ടോയെന്ന് നോക്കട്ടെ. ലേശം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എടുത്താൽ മെഴുക്കുവരട്ടിയായിട്ടും വേണേൽ കൂട്ടാം, അല്ലെ പുതയൻ കറിയായിട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്കിത് അരപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ശകലം വെള്ളം ചേർത്താണ് പിഴിഞ്ഞേക്കുന്നത്, ചൂടുവെള്ളം ഒഴിച്ച്. ഇതിപ്പോൾ അങ്ങ് കുറുകും. നല്ല കട്ടയാകും ചൂടെ കഴിയുമ്പോഴത്തേനും, തിളച്ച് കഴിയുമ്പോൾ.
അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ കെടുത്താം. ഇത് നമുക്കിപ്പോൾ ഇത് സദ്യക്ക് മാത്രമല്ല, പൊറോട്ടയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ല കറിയാണ്. ഇത് ശകലോടെ കഴിയുമ്പോഴത്തേനും നല്ല കുറുകി കട്ടയാകും. ഇപ്പം തന്നെ കുറുകി. ഇപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ്. അങ്ങനെ നമ്മുടെ സദ്യയുടെ കൂട്ടുകറിയും റെഡിയായിട്ടുണ്ട്.